നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ മീററ്റിൽ ഗർഭിണിയായ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി ഭർത്താവ്. 7 മാസം ഗർഭിണിയായ ഭാര്യ സപ്നയെ എന്ന 25 വയസ്സുകാരിയെയാണ് 28 വയസ്സുകാരനായ ശിവശങ്കർ ജാദവ് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ചയാണ് സംഭവം. 8 മാസം മുൻപായിരുന്നു രവിശങ്കറും സപ്നയും തമ്മിലുള്ള വിവാഹം. എന്നാൽ ഇരുവരും തമ്മിൽ ചില ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നാലെ സപ്ന അംഹേരയിലുള്ള തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. ശനിയാഴ്ച രാവിലെയാണ് ശിവശങ്കർ സപ്നയുടെ സഹോദരി പിങ്കിയുടെ വീട്ടിൽ എത്തിയത്. സപ്നയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവളുമായി ഒരു മുറിയിൽ കയറി വാതിലടച്ചു. എന്നാൽ അല്പസമയത്തിനകം മുറിയിൽ നിന്ന് നിലവിളി കേൾക്കാൻ തുടങ്ങി. വീട്ടുകാർ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നു. മുറിക്കുള്ളിൽ വെച്ച് ആദ്യം രവിശങ്കർ സപ്നയുടെ കഴുത്തറുത്തു. പിന്നാലെ നിരവധി തവണ കുത്തി അവളുടെ മരണം ഉറപ്പാക്കി. രവിശങ്കർ തന്നെയാണ് സംഭവം പോലീസിൽ അറിയിച്ചത്. ഞാൻ എന്റെ ഭാര്യയെ കൊന്നു, അവളുടെ മൃതദേഹം വീട്ടിലുണ്ട്, വന്ന് അതെടുക്കൂ എന്നാണ് ശിവശങ്കർ പോലീസിനെ അറിയിച്ചത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അങ്ങോട്ട് എത്തുകയും ചെയ്തു. വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറിയത്. മുറിക്കുള്ളിൽ എത്തിയപ്പോഴാണ് രക്തം പുരണ്ട കത്തിയുമായി സപ്നയുടെ മൃതദേഹത്തിന് അരികിൽ കിടക്കുന്ന ശിവശങ്കറിനെ പോലീസ് കണ്ടത്. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയമാണോ കൊലപാതകത്തിന് പിന്നിലെന്നാണ് നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത് മീററ്റിലൊന്നും മാത്രമല്ല, നമ്മുടെ കേരളത്തിലും പത്തനംതിട്ടയിലും ഇത്തരത്തിൽ യുവാവ് യുവതിയെ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പുല്ലാട് സ്വദേശിനി ശ്യാം എന്ന 35 വയസ്സുകാരിയാണ് മരിച്ചത്. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ശ്യാമയുടെ പിതാവ് ശശിയുടെ സഹോദരി രാധാമണി എന്നിവർക്കാണ് പരിക്കേറ്റത്. പത്തനംതിട്ട പുല്ലാട് ആലംതറയിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഒളിവിൽ പോയ പ്രതി അജിക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സംശയത്തെ തുടർന്നാണ് യുവതിയെ അജി കൊലപ്പെടുത്തിയതെന്നാണ് സൂചന. ആക്രമണ സമയത്ത് പ്രതി മദ്യലഹരിയിലായിരുന്നു. ശ്യാമയും അജിത്തും മക്കളും ശ്യാമയുടെ പിതാവുമായിരുന്നു ആലംതറയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. ദമ്പതികൾ തമ്മിൽ പതിവായി വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. ഇന്നലെ വഴക്കിനൊടുവിൽ ഇയാൾ യുവതിയെ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിടിച്ചു മാറ്റാനെത്തിയ ശശിയെയും ആക്രമിച്ചു. തൊട്ടടുത്ത വീട്ടിലായിരുന്നു രാധാമണി താമസിച്ചിരുന്നത്. നിലവിളി കേട്ട് ഓടിയെത്തിയ രാധാമണിയെയും പ്രതി ആക്രമിക്കുകയായിരുന്നു. ആക്രമണം നടത്തിയ ശേഷം അജി സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ 3 പേരെയും രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പുലർച്ചെയോടുകൂടിയാണ് ശ്യാമ മരിച്ചത്. ശശിക്ക് നെഞ്ചിലാണ് കുത്തേറ്റത്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ്. കവിയൂറാണ് അജിയുടെ വീട്. കുറച്ചുകാലമായി ശ്യാമയുടെ വീട്ടിലായിരുന്നു താമസം. ഇയാൾ സ്ഥിരമായി മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. മുമ്പ് പോലീസ് ഇടപെട്ട് കൗൺസിലിംഗിന് വിധേയനാക്കിയിരുന്നു. ദമ്പതികൾക്ക് 3 പെൺമക്കളും ഉണ്ട്.